ഞാൻ വലിച്ചു കീറും, ഞാൻ സത്യം പറയും തൊപ്പി കള്ളനാണെന്ന് അന്നേ ഷാജഹാൻ പറഞ്ഞപ്പോ നമ്മളാരും വിശ്വസിച്ചില്ല. ഗൈസ്, വളരെ ഇന്നലെ രാത്രി ഈ സമയത്ത് നമ്മുടെ തൊപ്പീനെ പൊക്കി പിടിച്ചടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തൊപ്പീനെ കൂടെ വെക്കുന്നവർ എന്നെ തൊപ്പീനെ താമ്പി ഇവൻ ഭയങ്കര തൊപ്പിക്കൂട്ടനായിരുന്നു. തൊപ്പീനെ കൂടെ നടക്കുന്ന ഒരുപാട് പേര് എന്നെ തൊപ്പീനെ എക്സ്പോസ് ചെയ്ത് വീഡിയോ ഇട്ട് വെറും കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും വേറെ പറയാൻ നിന്നിട്ടില്ല. നമ്മളിങ്ങനത്തെ ചീള് കാര്യങ്ങളൊന്നും ഇടപെടാതെയാണ്. ഫൈനലി ചെക്കൻ എന്ന വലിയ ലൈവൊക്കെ ഇട്ടിട്ട് അടുത്ത ഒരു ഡ്രാമ കൊണ്ട് വരുന്നുണ്ട്. തൊപ്പി കള്ളനാണെന്ന് അന്നേ ഷാജഹാൻ പറഞ്ഞപ്പോ നമ്മളാരും വിശ്വസിച്ചില്ല. കള്ളൻ തന്നെ, അച്ചി കള്ളനാണെന്ന് കൂടെ ഉള്ളവരെന്നെ പറഞ്ഞു. പോർച്ചുഗലിന് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചക്കാതറ മാങ്ങാവും ഗ്യാപ്പിൽ പ്രൊമോഷൻ ചെയ്ത് നോക്കിയേ. പോർച്ചുഗലിന്റെ വലിയ കൂടി നമ്മുടെ ടൈമിൽ പൊങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ തൊപ്പീന്റെ ഡ്രാമ കണ്ടോണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണിച്ചു വെച്ചേക്കുന്ന അർജന്റീനന്റെ ബസ് സ്റ്റാൻഡില്ല, അർജന്റീനയിലെത്തി. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും ആട്ടെ, കാര്യം എന്ന് വെച്ചാൽ തൊപ്പീന്നൊക്കെ പറഞ്ഞു കാണുന്ന വലിയ ഇവനെ നമുക്ക് പണ്ടേ അറിയാം. ഇവൻ ഫുൾ അഭിനയാണ്, കുറുക്കനാക്കിയിട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയ ബുദ്ധിയുള്ളവരാണ്. അതാണ് ബിസിനസ് മൈൻഡ് സെറ്റ് ആണ്, എന്തായാലും ആവട്ടെ. പക്ഷെ കൂടെ നിൽക്കുന്നവരെ ചാമ്പിക്കൊണ്ട് സ്വന്തമായിട്ട് പൈസ ഫെയിമും ആഗ്രഹിച്ച ഒരാളാണ് ഇവിടെ നിന്നൊക്കെ അറിഞ്ഞപ്പോ തുപ്പാൻ തോന്നി. ഉള്ള കാര്യം പറയാലോ. അപ്പൊ ഇന്നലെയൊക്കെ 1-2 വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചിട്ട് അത് നിങ്ങൾ കണ്ടുകിട്ട് പറയാം. ഓന്റെ ഷഡ്ഡി അലക്കിച്ചില്ല, അന്ന് പൈസ ഇല്ല, ചായ ഇല്ല, ഒന്നുമില്ല. ഓന്റെ ആട്ടും തുപ്പും കേട്ടിട്ട് ഓന്റെ ഷഡ്ഡി വരെ അലക്കി ചാട നിൽക്കണം. നീ അതിന്റെ അതൊക്കെ എല്ലാം ഓക്കെ. നീ അതിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓൾ ഒരു ദിവസം എന്നോട് ജാസിനോട് പറയാം, ഒന്ന് നീ അതിന്റെ ഷഡ്ഡി പോയി അലക്കുക. കാരണം ഓന്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര തായാണ്. നമ്മൾ എങ്ങനെ അവർ കാണുന്നത്? ഓൻ്റെ വില പോകുന്ന കേസാവും എൻ്റെ വീടും എൻ്റെ. കാരണം ഞാൻ ഉമ്മ സത്യത്തിൽ പറയാൻ, ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയാൽ ഞാൻ നിലത്ത് പായ വിരിച്ച് കിടക്കല്, അതായത് ആ ചോര് നാട് നിലത്ത് പായ വിരിച്ച് കിടക്കല്. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ പുറമെ കാണുമ്പോൾ അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. പക്ഷേ നമുക്ക് ഇന്നേ വരെ 1 രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഗൂഗിൾ പേയോ എന്താണെന്ന് തെളിവെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്, പ്രൂഫുണ്ട്. എൻ്റെ ഫോണിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം ഏത് അക്കൗണ്ടിലൊക്കെ പറയുന്നത്. ഈ കൂടാക്കുന്ന ഈ പാവം ചെറുക്കനെ കൊണ്ട് അവൻ്റെ അണ്ടർവെയറും അതും ഇതും വരെ കഴുകിച്ച് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു, ചവിട്ടിക്കുന്നു, അങ്ങനെ ഭയങ്കര സ്വന്തമായിട്ട് വ്ളോഗ് ചെയ്യാൻ വിടുന്നില്ല. ഇവിടെ വ്ളോഗ് ചെയ്യുന്ന ഒരുത്തം മതി, നിങ്ങൾ അങ്ങനെ ഒന്നും ആവണ്ട, ഇതാന്നൊക്കെ പറഞ്ഞിട്ട് 30 രൂപ കൂടുതൽ ചായ കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവന്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മുത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓന്റെ ഷഡ്ഡി അലക്കലും ഓന്റെ ഷൂ തുടക്കാക്കുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഇതാക്കുന്നതിന്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും തരാൻ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇതുവരെ 2-2.5 കൊല്ലതായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. പക്ഷെ അവൻ പൈസ അയക്കും. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കുന്നുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. അതിന് വേണ്ടിയിട്ട് ഓന്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ അടക്കാൻ, എണ്ണ അടിക്കാൻ, ഓനക്ക് വേണ്ട സാധനങ്ങൾ അടിമ പണി വരെ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് കുറെ കാര്യങ്ങളുണ്ട്. ഇവനിത് അവന്റെ ലൈവില് വലിയ 55K വ്യൂസ്. ഇപ്പൊ ഈ ലൈവ് തുടങ്ങിയിട്ട് ഏകദേശം 3/4 മണിക്കൂറായി. ഇവൻ കടന്ന് എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്, അവന്മാര് പറഞ്ഞൊന്നും സത്യമല്ല, ഇവനങ്ങനെ ചെക്കൻ നമുക്കിപ്പോ ഇന്ന് 1-2 വീഡിയോസ് ഒക്കെ അവൻ കാണിച്ചത്. ഈ ചെക്കൻ അവന്റെ വീട് കാണിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവന്റെ വീട് കണ്ടോക്കാം. കണ്ടോ, ഈ ചെക്കന്റെ ഇത്രയും ചെറിയ വീടൊന്നും ലൈവിൽ കാണിക്കണ്ട, ലൈവിൽ കാണിച്ച നാണക്കേടല്ലേ എന്ന് പറയുവാണ് തൊപ്പി. ചേട്ടൻ പോലെ കണ്ടു നടന്നിട്ട് ഈ ചെക്കനൊക്കെ കൂടെ നടന്നിട്ട്. ഇവനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവനെന്ത് മെച്യൂർഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും കാലം ഇവനൊരു കോമാളിയായിട്ടാണ് നമ്മൾ കണ്ടത്. ആ കോമാളി മുഴുവൻ പൈസക്ക് വേണ്ടി തൊപ്പി ഇവനെ കൊണ്ട് ആക്കിയതാ പോലെ. ഈ പാവത്തിനെ കോമാളി വേഷം കെട്ടിച്ചിട്ട് അവൻ പൈസ ഉണ്ടാക്കും. പക്ഷെ ഇവർക്ക് ഒരു 5ന്റെ പൈസ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തെളിവില്ല. ഇന്നിപ്പോ ഇവന്റെ അവസ്ഥ നമുക്ക് കണ്ണും കൊണ്ട് കാണുമ്പോൾ മനസ്സിലാവും. ഒരുപാട് ഒരു സ്ക്രിപ്റ്റാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ പോലും 90% റിയൽ ആണ്. കാരണം വെച്ചാൽ തൊപ്പിന്റെ ഒരു കണ്ണിലെ ഭയവും അവന്റെ അഭിനയം കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ഇവന്റെ കുഞ്ഞു വീട് കണ്ടോക്കാട്ടാ. പാവം ചെറുക്കൻ കണ്ടോ, ഈ പൊളിഞ്ഞ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. കണ്ടോ, ഈ നിലത്താ കിടക്കണം. പാവം അത്രയും പല സ്ഥലങ്ങളിൽ അവൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവനൊന്നും ചെയ്തു കൊടുക്കാത്ത ഇവന്റെ വീട് ഇത്ര ഇതാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന് നാണക്കേടാവൂലെന്ന് പറഞ്ഞിട്ട് ഇവനൊന്നും കൂടെ നിൽക്കുന്നൊരു വീടോ വീട്ടിലിടാൻ ഒരു ഓലയോ ഒരു ഷീറ്റോ വാങ്ങി കൊടുക്കാത്തവനാണ് ആ ചെക്കൻ പോലും. കാരണം വെച്ചാൽ പിന്നെ 10 രൂപ കൊടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് 100 രൂപ എങ്ങനെ തിരിച്ച് പിടിക്കാം. ഇതൊന്നും ഞാൻ പറഞ്ഞല്ല. ആ ചെക്കൻ ഇന്നലെ ലൈവ് ഇട്ടിട്ട് കുറെ കാര്യങ്ങൾ കാണിച്ചു തന്നു. ഇന്ന് അവന്റെ ലൈവ് കണ്ടപ്പോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഷാജഹാൻ
ഇന്ന് ഷാമ്മക്ക് തോന്നുന്നു ഷാജഹാൻ അന്നേ പറഞ്ഞ സത്യമാണ്. ഇന്ന് കൂടെ നിൽക്കുന്നവരാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ പ്രത്യേകിച്ച് ഇവന്റെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് ശരിക്കും വിഷമായ. ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇവന് പോലും ഒരു രീതിയിൽ സഹായം ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ സത്യം കാര്യം തന്നെ. 2 വർഷമായിട്ട് കൂടെ നിൽക്കുന്നവൻ നിലത്ത് ചോരുന്ന വീട്ടിൽ കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഇവൻ ഇങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്. തൊപ്പി എത്ര പേരെ സഹായിക്കുന്ന വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് ഇവനൊരു വീഡിയോ റീച്ചിന് വേണ്ടിയെങ്കിൽ ഇവനൊരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ നോക്കി. പാവം കേട്ടാ. ഒന്നേ ചോദിക്കാനുള്ളൂ, എത്ര കാലം ഇങ്ങനെ അഭിനയിച്ച് റീച്ച് പിടിച്ച് ഫെയിം അടിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും? അറ്റ്ലീസ്റ്റ് കൂടെ നിൽക്കുന്ന അവരോടെങ്കിലും. അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യം, എൻ്റെ വീട് കാണിക്കേണ്ട നാണക്കേടാണ് തൊപ്പി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ അവൻ്റെ ഉമ്മാനൊക്കെ വെച്ച് ഒരുത്തം വീഡിയോ ചെയ്യുമോ? ഇന്നൊക്കെ അതിന്റെ ചെക്കനൊക്കെ എന്ത് മെച്ചൂർഡായിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം തന്നെ ലൈവ് വന്നിട്ട് ലൈവ് ഏകദേശം 46K എത്തി. ഇതെങ്ങനെയും ഒരു 50-1 ലക്ഷം വ്യൂ ലൈവ് എത്തിക്കണം. അതാണ് ഈ കള്ളന്റെ കുറുക്കന്റെ അടുത്ത ഉദ്ദേശം. റീച്ചാക്കാം. നമ്മള് കൗണ്ട് ചെയ്യട്ടെ. 5 ഗൂഗിൾ പേ ഉണ്ട് ചേർത്തെ. ഇതിൽ ഒരുപാട് പൈസ കണക്ക് കാണിക്കുന്നുണ്ട്. മമ്മു പറഞ്ഞിട്ടുണ്ട് 5ന്റെ പൈസ കൊടുത്തിട്ടില്ല, പിന്നെ കൊടുക്കുന്ന പൈസ ഇവന്റെ ആവശ്യത്തിന് ഇവന്റെ സാധനം വാങ്ങാനാണ്. അതെ, ആ 10,000 കണക്കുണ്ട്. അതിപ്പോ ഇവന്റെ സാധനം വാങ്ങാൻ അയച്ചു കൊടുത്താണെങ്കിലോ അതാ ചെക്കൻ പറയുന്നുണ്ടല്ലോ. ഇവൻ എന്തിനാ ഹിസ്റ്ററി എടുത്തോണ്ട് വരുന്നത്? അടി ഇതൊക്കെ ഇവൻ എന്തെങ്കിലും ഇവന്റെ ഷഡ്ഡി വാങ്ങണം അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു കൊടുത്ത പൈസ ആയിരിക്കുമല്ലോ. അത് അവന് കൊടുത്ത സാലറി ആണെന്ന് എന്ത് തെളിവാണുള്ളത്? തെളിവില്ല. ഇവൻ കാണിക്കൂന്ന് പറഞ്ഞിട്ട് മണിക്കൂർ 2 കുറെ തോലിച്ചോണ്ടിരിക്കുന്നു. ഇവൻ എന്തിനാണ് ഈ തന്നെ പിന്നെ ഇത് പറയുന്നേ? മമ്മു തന്നെ പറഞ്ഞിട്ടുണ്ട് പൈസ അയച്ചു തന്നിട്ടുണ്ട്, പോകുന്ന വഴിക്ക് ഓരോ സാധനം വാങ്ങാൻ വേണ്ടിയാന്ന്. അതാണെങ്കിലോ ഇവൻ ഈ ഒരു ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് നമ്മൾ ആലോചിക്കുന്നത്. സംഭവം കുറുക്കം പെട്ട്. പക്ഷെ നമ്മള് പിടികൊടുക്കാൻ പാടില്ലല്ലോ. ഉരുളുണ്ടേ, ഉരുളാന്ന് പറഞ്ഞ കടന്ന് ഉരുളുന്ന് പഠിച്ച കുറുക്കൻ. ഓക്കെ നമുക്ക് അറിയില്ലായിരുന്നു കേട്ടാ. ഫ്രഷ് ഐഫോൺ ആട്ടോടാ അത്. ഇത് ഐഫോൺ ആയതടാ, അവന് മാത്രമേ ഉള്ളൂ. ഒന്നേ പറയാനുള്ളൂ, ഇതിലിപ്പോ ഇവരുടെ അഭിനയാന്ന് പറയണെങ്കിലും തൊപ്പി ഇത്ര നല്ലവനാന്ന് ഇനിയും പറയുന്നവർ പറയുന്നുണ്ടെങ്കിൽ ഒറ്റക്കാര്യം ഈ പാവപ്പെട്ടവൻ ഇവന്റെ 2 ദിവസത്തെ സാലറി അവൻ ഉണ്ടാക്കുന്ന പൈസയോ മതി ഇവന് ഒരു ചെറിയൊരു വീട് വെച്ചു കൊടുക്കാൻ. അതുപോലും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതൊക്കെ അവന്മാര് പറഞ്ഞപ്പോ ഇന്ന് ലൈവ് വന്നിട്ട് പറയാം അവനൊരു വീട് വെച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഇവൻ ഇങ്ങനെ ജീവിതം നടക്കുവോ? വീട്ടിൽ ഉമ്മാക്ക് ഒരു 5,000 രൂപ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ പോലും എന്തിനാണ്? ഫോണ് പൊട്ടിയപ്പോ എല്ലാവർക്കും കൂടെ നിൽക്കുന്നവർക്ക് റീച്ച് ഉള്ളവർക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഫോൺ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കും. ഇവനൊരു ഫോൺ മാറ്റി തരുന്ന വെച്ചപ്പോൾ 1,300 രൂപ ഡിസ്പ്ലേ മാറ്റിയിട്ടാൽ മതി എന്ന് പറഞ്ഞ ടീമാ പോലും. അത് കഴിഞ്ഞിട്ട് മറ്റേ ഷമീർ ബർത്ത്ഡേക്ക് അവൻ എവിടുന്ന ഒരു ഫോൺ അവൻ കൊടുക്കുന്നുണ്ട്. ഷമീർ അവന്റെ പൈസക്ക് മേടിച്ച ഫോണ് തൊപ്പി എന്തോ 10,000-2,000 രൂപ തിരിച്ചെന്തോ എക്സ്ട്രാ കൊടുത്തിട്ട് ലൈവിൽ എന്ത് ചെയ്ത് ഇവൻ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് ആ കൂട്ടുകാർക്ക് അത് ഗിഫ്റ്റ് കൊടുത്തിട്ട് അതിട്ട് റീച്ചാക്കി. ഇങ്ങനെയെങ്കിലും ആരെങ്കിലൊക്കെ ചെയ്യുമോ? കാരണം എന്ന് വെച്ചാൽ അവൻ കുറുക്കനാണ്, അവനവന് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഇങ്ങനെ കൂടെ നിൽക്കുന്നവരെ ഇങ്ങനെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നവരെ എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ്. ബാക്കി എല്ലാവന്റെ അഭിനയം പണ്ടും മുഴുവൻ അഭിനയിച്ച് കോമാളി വേഷം കെട്ടി അഭിനയിച്ചിട്ടാണ് അവൻ ഇത്രയായത്. അതൊക്കെ പോട്ടെ, അത് അവന്റെ കഴിവ് എന്നുവെച്ചാൽ അവൻ എന്തൊക്കെ അവരാധം കൂട്ടാ. പക്ഷെ ഇത്രയും 2 വർഷം ജീവിച്ച് ഇവനെ പോലെ ഒരു കാര്യം ചെയ്തു കൊടുത്തില്ല. പിന്നെ അതുകൂടാതെ ജാസിന്റെ ബർത്ത്ഡേ അത് നീ കേട്ടിനാ? അതിന്റെ PC കൊടുത്തിട്ട് ജാസിക്ക് ബർത്ത്ഡേ ഒന്നും ഇല്ല. ജാസിന്റെ ബർത്ത്ഡേ വേറൊരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് അവന് PC ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ചെയ്യുക. അപ്പൊ പാവം നല്ല ചെക്കൻ തൊപ്പി അടിപൊളി. എന്നിട്ട് ലൈവ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപാട് റൂം കഴിഞ്ഞിട്ട് ജാസി PC തരുമെന്ന് വെച്ചപ്പോൾ പറയാ നിനക്കെന്തിനാ PC? ഒരു തെറി വിളിച്ചിട്ട് പറയാ പോലും ഇതൊക്കെ എനിക്ക് എന്റെ PC അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ആക്കിയതാ, റീച്ചിന് വേണ്ടി ആ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ട്. ബർത്ത്ഡേ അപ്ഗ്രേഡ് ചെയ്യണം എന്തൊരു പേര് പറഞ്ഞു ചിപ്പിന്റെ, അത് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പൊ അത് സംഭവം എനിക്ക് വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ എന്തായി കഴിഞ്ഞാൽ നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ എന്റെ ബർത്ത്ഡേ ഡേറ്റിൽ പോലും അല്ല. അത് നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് അറിയില്ല. ഈ ഡേറ്റിൽ പോലും അല്ല. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവിടെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾക്ക് കൂടുതൽ എന്റർടൈൻമെന്റ് തോന്നുന്ന എന്തായി കഴിഞ്ഞാലും അതൊക്കെ ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിട്ട് പോലും ഞാൻ ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ പേഴ്സണലി ഞാൻ പറയും. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ ഞാൻ ലൈവ് നോക്കിയപ്പോൾ കണ്ട് ടിവിൻ്റെ കാര്യം പറഞ്ഞത്, എടാ കേടായിട്ട് യൂസ് ചെയ്യാത്തൊരു TV ചവിട്ടിപ്പൊട്ടിച്ച് എന്താ പ്രശ്നം? ഇത് ഓൾറെഡി പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കൈസ്, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ₹1 ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 100 രൂപ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചാലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം ചെയ്യും. ബ്രില്യൻ്റ് ആളാണ് അത് ഞാൻ പറയാം. ബിസിനസ് അതാണ് കാരണം. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ പൊട്ടന്മാര്
ആ ബർത്ത്ഡേ പോലും ഫേക്ക് ദിവസം, എന്നിട്ടും ആ പാവങ്ങൾ നിന്നു കൊടുത്ത് ആ പാവങ്ങൾക്ക് ഒരു 5000 രൂപയെങ്കിലും കൊടുക്കായിരുന്നില്ലേ? അതുപോലും ചെയ്യാതെ എന്നിട്ട് ഈ ഷമീറും ജാസിയൊക്കെ പ്രൊമോഷൻ ചെയ്ത് കിട്ടുന്ന പൈസ പോലും ഈ എച്ചി ചോദിച്ചു പോലും എനിക്ക് വേണം. അത് ഞാൻ അറിഞ്ഞാ എന്ത് മനുഷ്യരാണ് ഇവനൊക്കെ. ഇവന് ആദ്യമേ അറിയായിരുന്നു കള്ളനാന്ന്. പക്ഷെ എത്ര കാലം ഈ കളി കളിക്കും? നമ്മൾ തെളിവില്ലാതൊന്നും പറയേണ്ടത്. ഇപ്പൊ ആവശ്യത്തിലധികം തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് തന്നെ കാണും. എന്റെ മക്കളെ തൊപ്പി ഒരു സംഭവം തന്നെ. അവനും ഒരു കുറുക്കൻ, കൂടെയുള്ളവന്മാരെല്ലാം കുറുക്കൻ. ഇതിൽ എന്തൊക്കെ ഇപ്പൊ ഇവൻ കേൾപ്പിച്ചൊരു വോയിസ് ആണ്. അവൻ പറഞ്ഞ് കിക്കില് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങളാടാ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് തൊപ്പിക്ക് ഇന്നലെയും കാണാൻ വോയിസ് അയച്ചെന്നാ തൊപ്പി പറയുന്നത്. അപ്പൊ ഓക്കെ ഫൈൻ, എന്നാ ചാറ്റ് എടുത്ത് കാണിച്ചാടാ തൊപ്പിനോട് ചോദിച്ചപ്പോ അവൻ അയച്ചത് ആ പണ്ടെന്തോ കാണാൻ അയച്ച മെസ്സേജ് ഫോർവേഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ എടുത്ത് കേൾപ്പിക്കുക. അയ്യോ ഷബീർ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇന്നലെ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിച്ചു എന്നൊക്കെ. എന്നാ ഡയറക്റ്റ് അവന് ചാറ്റ് ഒന്ന് കാണിച്ചാ പോരെ? എന്റെ കള്ള ഇവനൊരു കള്ളം തന്നെ. ഇപ്പൊ പറയാ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടോണ്ട് ഞാൻ ഫോർവേഡ് ചെയ്ത് വെച്ചാന്ന്. എന്റെ ദൈവമേ, അവിടെ പോയി പണിപാളി പൊട്ടത്തിനെ കാണിച്ചു. കുറുക്കനാന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. പണിപാളി. ഷമീർ ഇന്നലെ അയച്ചു തന്നിട്ട് ഓക്കെ എന്നാൽ ശരി, ആ വോയിസ് ശരിയാ, ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്ന്. അപ്പൊ ഷമീറിന്റെ വോയിസ് കേട്ടപ്പോ നമ്മൾ വിചാരിച്ച് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഷമീർ പറയുന്നുണ്ട്, അതിനു വേണ്ടിയായിരിക്കും ഈ കളി കളിക്കുന്നതെന്ന്. അപ്പൊ ആ വോയിസ് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ പണ്ടെന്ത് ഇവന്റെ കൂടെ നടക്കുന്നവനല്ലേ, ഇവനോട് ചാറ്റ് ചെയ്ത വോയിസ് ഇവൻ ഫോർവേഡ് ചെയ്ത് വെച്ചതായിരിക്കാം. അത് തന്നെയാണ് ഓൺ ചാറ്റ് ആണ്. ഇപ്പൊ ഇതാ ഇന്നലെ അയച്ചു, സമയം നോക്ക് ഗൈസ്, ഇന്നലെ ഇവൻ ഇങ്ങനെ അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഇവന്റെ കൂടെ നിൽക്കും. എങ്ങനെ നിൽക്കും ഈ അച്ചിക്കള്ളന്റെ കൂടെ? ഇത് ഓൺ ചാറ്റ് കാണിക്കുന്നില്ല, കാണിക്കൂല കള്ളേ. മൊത്തത്തിൽ ഇവൻ ആത്മഹത്യ കേട്ടോ അല്ല, ഒരു മണിക്കൂറായി ഞാൻ വലിച്ചു കീറും, ഞാൻ സത്യം പറയുന്നു പണ്ടത്തെ മെസ്സേജും കാണിക്കുന്നത്, ഞാൻ ഇവനെ വലിച്ചു കീറട്ടെ എന്നൊക്കെ പറയുന്നു. അന്ന് ഇവൻ വായി തുറക്കുന്നുമില്ല. ഇത്ര ഇവനെ പറഞ്ഞിട്ട് ഇവന് സത്യം വായി കുറെ നേരം ഇവനെ വലിച്ചു കീറട്ടെ ഗൈസ്. നമ്മുടെ ഇവിടെ കൊട്ടൂർ ഉത്സവമായിട്ട് ഭയങ്കരമായിട്ട് വണ്ടി പോകുന്നുണ്ട്. ചെക്കൻ നാറി. തീർക്കടാ. 3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എന്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കേട്ടി പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പോലെയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ എനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഇഷ്യൂ വന്നിട്ടുള്ളു. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ച അത് എന്റെ തലയിൽ ഇരിക്കും. എനക്ക് ചെയ്യാൻ പറ്റില്ല, എനക്ക് അത്രയും വിമർശമുണ്ട്. അതൊക്കെ 3 മാസം. ഡ്രഗ്സ് കയറ്റി അതൊക്കെ ചിലപ്പോ പണ്ടത്തെ കാര്യം സത്യമൊക്കെ ആയിരിക്കും. അതിപ്പോ പറയാൻ പറ്റൂല, അത് ഉപയോഗിക്കുന്നില്ല, അതൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മുടെ ചോദ്യം ഡ്രഗ്സും വലിയും കുടിയൊന്നും അല്ല. ഇത്രയും കാലം കൂടെ നിന്നവൻ 5ന്റെ പൈസ കൊടുത്തിട്ടില്ല, ചവിട്ടി പുറത്താക്കുക, അവരെ ചവിട്ടി താത്തുക, അതൊക്കെയാണ്. കുടി വലിയ ഡ്രഗൊന്നും അല്ല ഇവിടുത്തെ ചോദ്യം. അതെന്തെങ്കിലും ആകട്ടെ. ഇതൊക്കെ ഇവിടെ ഇവൻ വേറെ പറയാൻ ഒന്നും പറയാനില്ല. ഇപ്പൊ കുറെ തെളിവുകൾ ഫേക്കാണോ റിയലാണോ എന്നറിയില്ല. ഇവനും കൊണ്ടുവരുന്നുണ്ട്, അപ്പുറേന്നും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവരനുഭവിച്ച സ്ട്രഗിൾ വെച്ച് നോക്കുമ്പോൾ തൊപ്പി ഒരുപാട് തെറ്റുകയറ്റുണ്ട്. എന്തായാലും ഇവൻ ഇപ്പൊ പിന്നെ സർവൈവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമല്ലോ. പിന്നെ ഓൾറെഡി കുറുക്കനാന്ന് അറിയാലോ, എന്തെല്ലോ കുറെ കാര്യങ്ങൾ ലൈവിൽ ഇട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. ഏകദേശം അവന്റെ ഉദ്ദേശം ലൈവ് ഇപ്പൊ റീച്ച് കുറവായിട്ട് നല്ല റീച്ച് ആക്കാം. 100K ലൈവിൽ വ്യൂസ്, 1 ലക്ഷം കൊണ്ടുവന്നു. അതിന് അവൻ ഇനി ഒരു വർഷം ജീവിക്കാനുള്ള പൈസ അവൻ ഉദ്ദേശിച്ച സാധനം എന്തായാലും കിട്ടി. കൂടെ നിൽക്കുന്ന ഒരു ചാമ്പിറ്റാണെങ്കിലും അവൻ അതാണ് വേണ്ടത്, അതവൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പം ഉറപ്പായിട്ടും അഭിപ്രായം കമന്റ് ചെയ്യാം. ചെക്കൻ ഒരുപാട് നെഗറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവരും തികഞ്ഞവരൊന്നുമല്ല, പക്ഷെ എന്നാലും കൂടെ നിൽക്കുന്നവർ അവർ പറയുന്ന അവരുടെ അവസ്ഥകളും അവന്റെ വീടൊക്കെ കാണുമ്പോൾ നമുക്ക് അവരെ തന്നെ, പിള്ളേരെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുള്ളൂ. ഇവൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും നോക്കാൻ അഭിപ്രായം കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ. ഓക്കെ, ബൈ.